ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൗമ്യാസ് ലേണിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എടുത്തുകൊണ്ടിരുന്നത് സയൻസ് ഗ്രൂപ്പിലെ +1 മാത്തമാറ്റിക്സ് ആണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സ് ആണ്. അതിൽ നമ്മൾ സെറ്റും അതിന്റെ ഡെഫിനിഷൻസും സെറ്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്നും അതിന്റെ എക്സാമ്പിൾസും ചെയ്ത് കഴിഞ്ഞു. അതിൽ ഇനി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് NCERT സിലബസിലെ എക്സസൈസ് 1.1 ആണ്. അതിൽ കുറച്ച് പോർഷനും കൂടെ കഴിഞ്ഞായിരുന്നു. അപ്പൊ ഇത്രയും പോർഷൻസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അപ്പൊ നേരത്തെ വീഡിയോ കാണുക. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോസ് കാണുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് NCERT സിലബസിലെ എക്സസൈസ് 1.1ലെ 3 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദി ഫോളോയിങ് സെറ്റ്സ് ഇൻ ദി സെറ്റ് ബിൽഡർ ഫോം. അതായത് തന്നിരിക്കുന്നതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. അപ്പൊ ക്വസ്റ്റ്യൻസ് എന്തിലാണ് തന്നിരിക്കുന്നത്? റോസ്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത് അല്ലേ? അതിന് എന്ത് ഫോമിൽ എഴുതണം? നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. അപ്പൊ 1ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സെറ്റിനകത്ത് 3, 6, 9, 12 അല്ലെ? അങ്ങനെയല്ലേ തന്നിട്ടുള്ളത്. ഈ നമ്പേഴ്സ് എന്താണ്? കണ്ടാലും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? The set of all x such that x is a multiple of 3. X is a multiple of 3. 3യുടെ മൾട്ടിപ്പിൾ ആണ്. പക്ഷെ 3, 6, 9, 12 വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് കൊടുക്കണം? ഒരു ലിമിറ്റ് കൊടുക്കണ്ടേ? ലെസ് ദാൻ 15 എന്ന് കൊടുക്കണം. അല്ല എങ്കിൽ എന്ത് കൊടുക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. 12 വരെ വരാൻ പാടുള്ളൂ 3യുടെ മൾട്ടിപ്പിൾ അല്ലെ? അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ തന്നെ വേറൊരു രീതിയിലും കൂടെ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ എഴുതാം? The set of all x such that x equal to 3n. എഴുതി കൂടെ? 3n എന്ന് എഴുതാലോ. ഇനി n എന്താണെന്ന് എഴുതണമല്ലോ. n എന്താണ്? ഇവിടെ n-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ 3 into 0 0 കിട്ടും അല്ലേ? അപ്പൊ 0 അല്ലല്ലോ. അപ്പൊ n-ന് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. 1 കൊടുക്കുമ്പോൾ നമുക്ക് നോക്കാം. 3 into 1 3 അല്ലേ? അപ്പൊ 3 അടുത്ത എന്ത് വരും? 2 കൊടുത്തു നോക്കാം. 3 into 2 6, 3 into 3 9, 3 into 4 12. അപ്പൊ n-ന് ഏത് വാല്യൂ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണ്? n is a natural number. n is a natural number. n is a natural number. ഇനി 12 വരെ ഉള്ളൂ അല്ലെ? അപ്പൊ n-ന് 1 കൊടുത്തപ്പോൾ 3 കിട്ടി, 2 കൊടുത്തപ്പോൾ 6 കിട്ടി, അടുത്ത ഏത് കൊടുത്തപ്പോൾ 3 കൊടുത്തപ്പോൾ 9 കിട്ടി, n-ന് 4 കൊടുത്തപ്പോൾ 12 കിട്ടി. ഇനി അടുത്ത 5 കൊടുക്കുമ്പോഴോ? 5 കൊടുക്കുമ്പോൾ 15 ആണ് കിട്ടുന്നത് അല്ലെ? 5 കൊടുക്കുമ്പോൾ 15 ആണ് കിട്ടുന്നത്. പക്ഷെ ഈ സെറ്റിൽ 15 ഇല്ല. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? n is a natural number less than 5. ലെസ് ദാൻ 5 ഇല്ല എങ്കിൽ എന്ത് കൊടുക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 കൊടുക്കണം. അതും കറക്റ്റ് ആണ്. മനസ്സിലായോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതിയത്? ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സെറ്റിനകത്ത് 2, 4, 8, 16, 32. 2, 4, 8, 16, 32. ഈ നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2 raised to 1 2 അല്ലേ? 2 സ്ക്വയർ 4 അല്ലേ? 2 ക്യൂബ് 8 അല്ലേ? അടുത്ത് 2 raised to 4 എന്ന് പറയുന്നതല്ലേ 16. അടുത്ത് 2 raised to 5 അല്ലേ 32. മനസ്സിലായോ? അപ്പൊ എല്ലാത്തിന്റെയും 2ന്റെ പവേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം സെറ്റ് ബിൽഡർ ഫോമില്? The set of all x such that x equal to എല്ലാത്തിലും 2 ഉണ്ട് അല്ലെ? അപ്പൊ അതിനെ നമുക്ക് അതുപോലെ എഴുതി 2. പവേഴ്സ് ചേഞ്ച് ഉണ്ടല്ലോ. അതായത് പവേഴ്സ് ഏത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1, 2, 3, 4, 5. അതിനെ നമുക്ക് n എന്ന് കൊടുക്കാമല്ലോ. n. ഇനി ഈ n എന്താണെന്ന് പറയണം. n എന്താണ്? n is a natural number. n is a natural number. n is a natural number. ഇനി ഏത് വരെയാണ് കൊടുത്തിട്ടുള്ളത്? n-ന് ഏത് വരെ വാല്യൂ പോവാം? 6 വരെ അല്ലേ? അതായത് 5 വരെ അല്ലേ? അപ്പൊ 6-ന് വരുമോ? ഇല്ല. അപ്പൊ അവിടെ എന്ത് കൊടുക്കണം? ലെസ് ദാൻ 6 കൊടുക്കണം. മനസ്സിലായോ? 2 raised to 1 2. അടുത്ത് 2 raised to 2 കിട്ടുന്നുണ്ടല്ലോ. 2 raised to 3. n-ന് 3 കൊടുക്കുമ്പോൾ 2 ക്യൂബ്. അടുത്ത് n-ന് 4 കൊടുക്കുമ്പോൾ 2 raised to 4. n-ന് 5 കൊടുക്കുമ്പോൾ 2 raised to 5.
അടുത്ത് 6 വരാൻ പാടുണ്ടോ? നമ്മൾ എഴുതി കഴിഞ്ഞു ലെസ് ദാൻ 6 എന്നുണ്ട്. അതായത് 6നേക്കാൾ കുറഞ്ഞ നമ്പേഴ്സേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴേ നമുക്ക് ഈ സെറ്റ് കിട്ടുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്തു അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിതിനെ 525 അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 5 square അല്ലെ? 5 5 അല്ലേ? 5ന്റെ സ്ക്വയർ 25 കിട്ടും. അടുത്ത് 5 ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. അടുത്ത് 5 എന്ന് പറയുന്നത് 625 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. എങ്ങനെ എഴുതാം? 5 അങ്ങനെയല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു ഇതിലെല്ലാം 5 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആ 5 അതുപോലെ എഴുതി. ചേഞ്ചസ് ഏതാണ്? പവറിലല്ലേ? 1 2 3 4 അല്ലേ? അപ്പൊ അവിടെ നമുക്ക് n കൊടുക്കാം. x ഈക്വൽ ടു 5n, n എന്താണെന്ന് റെപ്രസെന്റ് ചെയ്യണം. n എന്ന് പറയുന്നത് എന്താണ്? n ഈസ് എ നാച്ചുറൽ നമ്പർ. n ഈസ് എ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ ലെസ് ദാൻ എന്താണ്? 5. ലെസ് ദാൻ 5 അല്ലെങ്കിൽ എന്ത് എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ 2 4 6 എക്സെട്ര അല്ലേ? ഈ നമ്പേഴ്സ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ എന്താണ് 2 4 6 എക്സെട്ര എന്ന് പറയുന്നത് ഈവൻ നാച്ചുറൽ നമ്പർ അല്ലേ? ഈവൻ നമ്പേഴ്സ് അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. ഈവൻ നാച്ചുറൽ നമ്പർ. മനസ്സിലായോ? എളുപ്പമല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 1 4 9 എക്സെട്ര 100. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1ന്റെ സ്ക്വയർ 1 അല്ലേ? 2ന്റെ സ്ക്വയർ 4 കിട്ടുന്നുണ്ടല്ലോ. 3യുടെ സ്ക്വയർ 9 എക്സെട്ര 100 വന്നു. 100നെ നമുക്ക് എങ്ങനെ എഴുതാം? 10ന്റെ സ്ക്വയർ ആയിട്ട് എഴുതാം അല്ലേ? ഈ നമ്പേഴ്സിന് അതുപോലെ എഴുതിയെന്നേ ഉള്ളൂ. നമ്മൾ ഇനിയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത്. എങ്ങനെ എഴുതാം ഈ നമ്പേഴ്സ് കണ്ടിട്ട്? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു, ഇവിടെ നോക്കിയേ പവർ എല്ലാം എത്രയാണ്? 2 ആണ്. എല്ലാത്തിലും പവർ 2 ആണ്. അത് കഴിഞ്ഞിട്ട് 1 സ്ക്വയർ, അത് കഴിഞ്ഞ് എന്താണ് 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ എക്സെട്ര 10 സ്ക്വയർ അല്ലേ? അപ്പൊ ഈ 1 2 3 എക്സെട്ര 10 അതിന് അത്രയും നമുക്ക് എന്ത് കൊടുക്കാം? n എന്ന് കൊടുക്കാം. പവർ എല്ലാത്തിനും 2 ആണ്. n സ്ക്വയർ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു n സ്ക്വയർ. അപ്പൊ n ഏതുവരെയാണ് പോയിട്ടുള്ളത്? 10 വരെയല്ലേ? അപ്പൊ അത് ലിമിറ്റ് എഴുതണമല്ലോ. അതുപോലെ n എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പർ. n ഈസ് എ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 11. അതായത് 11നെക്കാളും ചെറിയ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ് ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് സെറ്റിനകത്ത് 1 4 9 എക്സെട്ര 100. മനസ്സിലായോ ഈ ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ലിസ്റ്റ് ഓൾ ദി എലമെന്റ്സ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ്. അതായത് തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിലാണ്, അത് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. അതായത് ഓഡ് നാച്ചുറൽ നമ്പറുകളുടെ സെറ്റ് റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഓഡ് നാച്ചുറൽ നമ്പർ എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 മുതലല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റിനകത്ത് 1 3 5 7 എക്സെട്ര അല്ലേ? ലിമിറ്റ് പറഞ്ഞിട്ടില്ല, ഏതുവരെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എക്സെട്ര ഇടാം. അപ്പോ 1 3 5 7 എക്സെട്ര. ഇതാണ് ഇതിന്റെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. b equal to the set of all x such that x is an integer minus 1 by 2 less than x less than 9 by 2. x എന്ന് പറയുന്നത് ഇന്റിജർ ആണ്. ഏതിനും ഇടയ്ക്കാണ്? -1 by 2നും 9 by 2നും ഇടയ്ക്കുള്ള ഇന്റിജർ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ -1 by 2 എന്ന് പറഞ്ഞാൽ എന്താണ്? -0.5 അല്ലേ? അപ്പോൾ 9 by 2 എന്ന് പറഞ്ഞാൽ 4.5. 0.5നും 4.5നും ഇടയ്ക്കുള്ള ഇന്റിജർ ആണ് എഴുതാൻ പറയുന്നത്. അപ്പൊ എവിടെ മുതലാണ് പോകുന്നത്? -0.5 എന്ന് പറഞ്ഞാൽ അതിനിപ്പുറത്ത് എന്തുണ്ട്? 0 ഉണ്ട് അല്ലെ? അപ്പൊ 0
1 2 3 4 4.5 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4ഉം കൂടി ഉൾപ്പെടും. കാരണം 4.5 ഇപ്പുറത്താണല്ലോ 4 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 0 1 2 3 4. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. C equal to the set of all x such that x is an integer x square less than or equal to 4. x എന്ന് പറയുന്നത് ഇന്റിജർ ആണ്. x square less than or equal to 4 എന്ന കണ്ടീഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 കിട്ടണം. 4ഉം 4നേക്കാളും കുറഞ്ഞ നമ്പേഴ്സും കിട്ടാം. അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് കൊടുക്കാം? C equal to ഏതൊക്കെ നമ്പേഴ്സ്? x is an integer എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്റിജർ നമ്പർ കൊടുക്കാം അല്ലെ? അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് കൊടുക്കും വേണം? 4ഉം 4നേക്കാളും കുറഞ്ഞ നമ്പേഴ്സ് കിട്ടുന്ന, അതായത് ആ നമ്പേഴ്സിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 4ഉം 4നേക്കാളും കുറഞ്ഞ നമ്പേഴ്സ് കിട്ടണം. അപ്പൊ നമുക്ക് ഏതൊക്കെ കൊടുക്കാം? -3 കൊടുത്തു നോക്കാം. -3യുടെ സ്ക്വയർ എന്താണ്? 9 അല്ലേ? 9 എന്ന് പറയുന്നത് 4നേക്കാളും ചെറുതാണോ? അല്ല. അപ്പൊ അതെടുക്കാൻ പറ്റില്ല. -2 കൊടുത്തു നോക്കാം. -2ന്റെ സ്ക്വയർ ആണെങ്കിലോ? -2ന്റെ സ്ക്വയർ 4 ആണ്. അപ്പൊ -4ഉം വേണമല്ലോ അല്ലെ? 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. അപ്പൊ 4ഉം ഉൾപ്പെടും. അപ്പൊ 4ന് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് -2 എടുക്കാം. അടുത്ത ഏതെടുക്കാം? -1 കൊടുത്തു നോക്കാം. -1ന്റെ സ്ക്വയർ എന്താണ്? 1 ആണ്. അപ്പൊ 4നേക്കാളും ചെറുതല്ലേ? അപ്പൊ -1. അതെ, അടുത്ത് കഴിഞ്ഞ് 0 കൊടുത്തു നോക്കാം. 0യുടെ സ്ക്വയർ 4നേക്കാളും ചെറുതല്ലേ? 0 അല്ലേ? അപ്പൊ നമുക്ക് 0യും കൊടുക്കാം. അടുത്ത് 1 കൊടുത്തു നോക്കാം. 1ന്റെ സ്ക്വയർ 1 അല്ലേ? 4നേക്കാളും ചെറുതാണ്. അപ്പൊ 1 കൊടുക്കാം. അടുത്ത് 2 കൊടുത്തു നോക്കാം. 2ന്റെ സ്ക്വയർ 4 ആണ് അല്ലേ? അപ്പൊ 4ഉം വരുന്നുണ്ടല്ലോ. അപ്പൊ 2ഉം കൊടുക്കാം. 3 കൊടുക്കാൻ പറ്റുമോ? 3യുടെ സ്ക്വയർ എന്താണ്? 9 ആയി പോകും. 4നേക്കാളും ചെറുതല്ല. അപ്പൊ ഇത്രയും നമ്പേഴ്സ് ആണ് വരുന്നത്. അതായത് -2 -1 0 1 2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് എക്സസൈസ് 1.1ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് മാച്ച് ദി ഫോളോയിങ് ആണ്. ഒരു സൈഡിൽ റോസ്റ്റർ ഫോം തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ട്. ഞാൻ സെറ്റ് ബിൽഡർ ഫോമിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നമുക്ക് റോസ്റ്റർ ഫോം കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ ഒന്നാമത്തേതാണ്. A equal to the set of all x such that x is a prime number and divisor of 6. 6ന്റെ ഡിവൈസർ ആയിട്ടുള്ള പ്രൈം നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രൈം നമ്പർ ഏതാണ്? പ്രൈം നമ്പർ ഏത്? 2 നമുക്ക് എടുക്കാം. 2നെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ, 6ന്റെ ഡിവൈസർ അല്ലേ? അപ്പൊ 2 എഴുതാം. അടുത്ത ഏത് എടുക്കാം? 3 എടുക്കാം. 3യും പ്രൈം നമ്പർ ആണ്. പൂർണ്ണമായിട്ട് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 6ന്റെ ഡിവൈസർ ആണ്. 4 എഴുതാൻ പറ്റുമോ? ഇല്ല. 5 എഴുതാൻ പറ്റുമോ? ഇല്ല. 6 ഡിവൈസർ ആണ്, പക്ഷെ എന്താണ്? 6 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് 6 എഴുതാൻ പറ്റില്ല. അപ്പൊ 2ഉം 3യും ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. B equal to the set of all x such that x is an odd natural number less than 10. x എന്ന് പറയുന്നത് ഓഡ് നാച്ചുറൽ നമ്പർ ആണ്. അത് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ലെസ് ദാൻ 10, 10നേക്കാളും കുറഞ്ഞ ഓഡ് നാച്ചുറൽ നമ്പർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെ എഴുതാം? സെറ്റിനകത്ത് ഓഡ് തുടങ്ങുന്ന എവിടെ മുതലാണ്? 1 3 5 7 9 അല്ലേ? ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. അടുത്ത ക്വസ്റ്റ്യൻ. C equal to the set of all x such that x is a natural number and it's a divisor 6. അപ്പോൾ 6ന്റെ ഡിവൈസർ ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞത് പ്രൈം നമ്പർ ആണ് എഴുതാൻ പറഞ്ഞത്. 6ന്റെ ഡിവൈസർ ആയിട്ടുള്ള പ്രൈം നമ്പർ ആണ്. ഇതാണെങ്കിലോ 6ന്റെ ഡിവൈസർ ആയ നാച്ചുറൽ നമ്പർ. അപ്പൊ എന്തെഴുതാം? C equal to എന്തെഴുതാം? 6ന്റെ ഡിവൈസർ ഏത് മുതലാണ്? 1 എഴുതാലോ, 2 എഴുതാലോ, 3 എഴുതാലോ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അടുത്ത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 6ന്റെ ഡിവൈസർ ആയ നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? 1 2 3 6. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. D equal to the set of all x such that x is a letter of the word mathematics. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ലെറ്റർ വേർഡ് തന്നിട്ടുണ്ട്. നമ്മൾ അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പോ D equal to സെറ്റിനകത്ത് M എഴുതാം, A എഴുതാം, T എഴുതാം, H എഴുതാം, E എഴുതാം. വീണ്ടും M വന്നിട്ടുണ്ട്. M എഴുതി കഴിഞ്ഞു. അപ്പൊ അത് എഴുതാൻ പറ്റില്ല. അടുത്ത് വീണ്ടും A വന്നിട്ടുണ്ട്. A എഴുതാൻ പറ്റില്ല. A എഴുതി കഴിഞ്ഞു. അടുത്ത് T ഉണ്ട്. Tയും എഴുതി കഴിഞ്ഞു. I ഉണ്ടല്ലോ. I എഴുതിയില്ലല്ലോ. I എഴുതാം. അടുത്ത് C ഉണ്ടല്ലോ. C ഉണ്ടോ? ഇല്ല. അപ്പൊ അത് എഴുതാം. അടുത്ത് S എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുമല്ലോ. S എഴുതിയില്ലല്ലോ. അപ്പൊ എസും എഴുതാം.
അപ്പോൾ വരുന്നത് ഏതൊക്കെയാണ്? സെറ്റിനകത്ത് MATHEICS. അപ്പോൾ എക്സസൈസ് 1.1 എല്ലാ പ്രോബ്ലംസും കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ബാക്കി പ്രോബ്ലംസ്, ബാക്കി ഡെഫിനിഷൻസും എല്ലാം അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ.